നമസ്കാരം. ഇലക്ഷൻ പ്രചാരണങ്ങളുടെ സമാപന ഉത്സവമായ കലാശക്കൊട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ശക്തിപ്രകടനം കൂടിയാണ്. മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ അരയും തലയും മുറുക്കി ഈ ആവേശത്തിന്റെ ഭാഗമായി മാറും. പക്ഷേ കോട്ടയത്തെ കലാശക്കൊട്ടിൽ CPM മന്ത്രി VN വാസവൻ പങ്കെടുത്തില്ല. അപ്പോൾ മറ്റെവിടെയെങ്കിലും പങ്കെടുത്തോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എന്തായാലും സംഗതി LDF-ൽ മറ്റൊരു സംഘടനാ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ വിവാദങ്ങൾ കൊണ്ടും വിഭാഗീയത കൊണ്ടും ഗ്രൂപ്പിസം കൊണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അഗ്നിപർവ്വതമാണ് LDF, പ്രത്യേകിച്ചും CPM. രാഷ്ട്രീയം തൊഴിലും വരുമാന മാർഗവും സമ്പാദ്യ പദ്ധതിയുമായതുകൊണ്ട് തന്നെ നേതൃസഖാക്കൾക്ക് പാർട്ടിയിൽ സംഭവിക്കുന്ന ഒരു തെറ്റിനെയും വിമർശിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇടത് ചക്രവർത്തിയായ പിണറായിയെ. അങ്ങനെ ചെയ്തു പോയാൽ രാഷ്ട്രീയ ജോലി നഷ്ടമായി പട്ടിണി കിടന്ന് ചാകേണ്ടി വരും എന്ന് മാത്രമല്ല, കൊട്ടേഷനും കേസും നൂലാമാലകളുമൊക്കെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മന്ത്രി വാസവനും പാർട്ടിയുമായുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയാണ് കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിൽ മന്ത്രി പങ്കെടുക്കാതിരുന്നതെന്ന് വ്യക്തമാണ്. ഇടത് മന്ത്രിമാരും MLA-മാരും കലാശക്കൊട്ടിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പങ്കെടുക്കേണ്ടത് എന്ന് വ്യക്തമായ പാർട്ടി നിർദ്ദേശം ഉണ്ടാകും. മന്ത്രി വാസവന്റെ സാന്നിധ്യം പാർട്ടി നിശ്ചയിച്ചിരുന്നത് കോട്ടയത്തായിരുന്നു. എന്നാൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തില്ല. അതിന്റെ കാരണം കോട്ടയത്തെ ഇടത് സഖാക്കളോട് ചോദിക്കുമ്പോൾ മറുപടിക്ക് പകരം പാലായിലെ കലാശക്കൊട്ടിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും അവിടെ പങ്കെടുത്തില്ലല്ലോ എന്ന മറുപടി ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇടത് മന്ത്രിയായിരിക്കുന്ന VN വാസവൻ മനഃപൂർവ്വമാണ് ഈ ഇലക്ഷൻ സമാപന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്ന വിവാദം കൊഴുക്കുമ്പോൾ ഇത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. കാരണം ഈ മന്ത്രി ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെയില്ല. ജോർജിയയിൽ ആരംഭിക്കുന്ന ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ മന്ത്രി പറഞ്ഞിരിക്കുന്നു. ആ കോൺഫറൻസ് എന്തിനാണെന്നോ അതെന്താണെന്നോ മാത്രം ചോദിക്കരുത്. ഇടത് മന്ത്രിമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വിദേശയാത്രകൾ അനിവാര്യമാണ്. ദാരിദ്ര്യം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ സൊമാലിയ സന്ദർശിക്കുക, സമാധാനത്തിന്റെ കാഴ്ചകൾ സന്ദർശിക്കാനായി പാലസ്തീനിലോ ഉക്രൈനിലോ പോവുക, ജനാധിപത്യം എങ്ങനെയാണ് പവിത്രമായി കാത്തുസൂക്ഷിക്കുക എന്ന അറിവ് നേടാനായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുക, ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാൻ എത്യോപ്യ സന്ദർശനം എന്നതൊക്കെ സാമ്പത്തികമായി ഉറച്ച ഭദ്രതയിൽ നീങ്ങുന്ന കേരളത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിശ്വ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ LDF-ന്റെ കണ്ടെത്തൽ. എന്തായാലും വാസവൻ മന്ത്രിക്കിനി ഉറക്കമില്ല രാവുകളാണ്. തിരികെ വിമാനത്താവളത്തിലെത്തുമ്പോൾ തന്നെ മാധ്യമപ്പടയുടെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യങ്ങൾ ആരംഭിക്കും. പാർട്ടി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതൊക്കെ പിന്നീട്. ഇനി പാർട്ടി എങ്ങാനും മന്ത്രിക്ക് പരസ്യ ശാസന എന്ന അതിക്രൂരമായ ശിക്ഷാവിധി എങ്ങാനും വിധിക്കുമോ ആവോ. ആശയങ്ങൾ നഷ്ടമായി അടിസ്ഥാനമിളകി സ്വേച്ഛാധിപത്യ പാർട്ടിയായി മാറിയ CPM-ന്റെ ഉള്ളിൽ പാർട്ടിയെ ദുർബലമാക്കുന്ന നൂറ് വിഷയങ്ങൾ ഉമിത്തി പോലെ പുകയുകയാണ്. അതിൽ ചിലത് മാത്രമാണ് മന്ത്രി വാസവന്റെയും ജോസ് കെ മാണിയുടെയും ഒക്കെ ഈ പിന്മാറ്റം.